ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടും ഇരിക്കുന്നത് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, BB അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ. അതിൽ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: നീ ഒന്ന് പോടി, ആര് പറഞ്ഞു അനീഷും ഷാനവാസിൻ്റെയൊക്കെ സീസണായിരുന്നു സീസൺ 7, അതെപ്പോഴും അനുമോളുടെ സീസൺ തന്നെയാണ്, അനുമോളാണ് സീസൺ തൂക്കിയത് എന്നൊക്കെ. പക്ഷെ ഞാനത് ആ ഒരു വീഡിയോയിൽ എവിടെയും അനുമോളിനെക്കുറിച്ച് കുറ്റം പറയുകയോ അനുമോളിന് അല്ല സീസൺ വിൻ ചെയ്തതെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അനീഷേട്ടനും ഷാനവാസിക്കയും ഇല്ലാത്തൊരു സീസൺ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഒരു ഇപ്പം TV പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തതിൽ നമുക്കിഷ്ടപ്പെടുന്നൊരു വ്യക്തി കാണും. എല്ലാവരെയും നമുക്കിഷ്ടമാണ്, എന്നാൽ ഒരു പൊടിക്ക് മേലെ ഇഷ്ടപ്പെടുന്ന നമുക്കൊരു വ്യക്തി കാണും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഷാനവാസിക്ക് തന്നെയാണ് ഇഷ്ടം, അതിനുശേഷം അനീഷേട്ടനെ ഇഷ്ടമാണ്, അനുമോളെ ഇഷ്ടമാണ്, അങ്ങനെ എല്ലാവരും എനിക്കിഷ്ടമാണ്. പക്ഷേ ഒരു പൊടിക്ക് മേളിൽ നിൽക്കുന്ന ഒരാളായിരിക്കും, അത് ഷാനവാസിക്കയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ. അതായത് എൻ്റെ പേഴ്സ്പെക്റ്റീവ്, എൻ്റെ ഒപ്പീനിയൻ, അത് നിങ്ങളുടെ ഒപ്പീനിയൻ ആവണം എന്നില്ല. എന്നാൽ ഞാൻ അതിൽ കുറ്റം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കങ്ങനെ ഇടാനുള്ളൊരു അധികാരമാണ്. പക്ഷേ ഞാൻ അതിലൊരിക്കലും ഒരാളെ പറ്റിയും കുറ്റം പറഞ്ഞിട്ടുമില്ല. ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു ഡീഗ്രേഡിങ് ഞാൻ നടത്തിയിട്ടുമില്ല. ഷാനവാസിക്കിനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതല്ലാതെ ഒരു ഡീഗ്രേഡിങ് ഞാൻ നടത്തിയിട്ടില്ല. പിന്നെ കമൻറ്റ്സ് ഇടുന്നവർ ഇട്ടോട്ടെ, കുഴപ്പമില്ല, എന്നാൽ എനിക്കത് പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, BB അൾട്ടിമേറ്റ് സാധാരണ നടക്കാറ്, അതായത് ഇപ്പം തമിഴ് സീസൺ 5 വരെയുള്ള കഴിഞ്ഞിട്ടാണ് BB അൾട്ടിമേറ്റ് നടത്തിയത്. അതൊരു ബാലാജി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ് അത് ജയിച്ചതും. അപ്പം അൾട്ടിമേറ്റ് നടക്കുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി പാസ്റ്റ് ആണല്ലോ, പാസ്റ്റിൽ നിന്നുള്ള കണ്ടസ്റ്റൻസ് ആണ് വരുന്നത്, വിന്നേഴ്സ് ഉണ്ടാകത്തില്ല. തമിഴിൽ നടന്നിരുന്നത് 1 to 5 വരെയുള്ള സീസണിലെ കണ്ടസ്റ്റൻസ്, അതായത് വിന്നേഴ്സ് അല്ലാത്ത കണ്ടസ്റ്റൻസ് ആയിരുന്നു വന്നിരുന്നത്. അപ്പം എല്ലാവരും അതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് വിന്നേഴ്സ് ഒരിക്കലും BB അൾട്ടിമേറ്റ് വരില്ലാന്ന്. അപ്പം നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോഴത്തേക്കും BB അൾട്ടിമേറ്റിൽ വിന്നേഴ്സ് വരാൻ ചാൻസ് വളരെ കുറവാണ്. അതായത് സാബുമോൻ, നമ്മുടെ ദിൽഷ, ജിൻഡോ, അനുമോൾ, അഖിൽ മാരാർ, അങ്ങനത്തെ ആൾക്കാർ വരാൻ ചാൻസസ് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഡിപ്പെൻസ്, രണ്ട് രീതി വരാം. അതായത് വിന്നേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് BB അൾട്ടിമേറ്റ് വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും കാണുന്നുണ്ട്. ഡിപ്പെൻസ്, അറിയില്ല. പക്ഷേ നമുക്ക് ഒരു മന്തിനുള്ളിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി സീസൺ 8 പോലെ, അല്ലെങ്കിൽ സീസൺ 8 തുടങ്ങാൻ ചാൻസസ് മാർച്ചിലാണെന്ന് കേൾക്കുന്നുണ്ട്. അൾട്ടിമേറ്റ് ആണെങ്കിൽ കുറച്ചൊരു ടൈം എടുക്കും എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എന്തും എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് വിന്നേഴ്സ് ഇൻക്ലൂഡ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോഴേ അത് എഴുതി വെക്കാൻ പറ്റത്തില്ല. വിന്നേഴ്സ് ഇൻക്ലൂഡ് ആവാം എന്ന് ഒരു ന്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം വിന്നേഴ്സ് ഇൻക്ലൂഡ് ആയിക്കൊണ്ട്, എന്ന് വെച്ചാൽ ഇപ്പോൾ സീസൺ 7 കഴിഞ്ഞിട്ടാണ് അൾട്ടിമേറ്റ് നടക്കുന്നതെങ്കിൽ സീസൺ 7 കണ്ടസ്റ്റൻസ് കാണത്തില്ല. അതായത് വിന്നർ അനുമോൾ ചിലപ്പോൾ കാണണമെന്നില്ല. കണ്ടസ്റ്റൻസ് തന്നെ കുറച്ച് ആദ്യം എവിക്റ്റായി പോയ ചിലപ്പോൾ ആൾക്കാർ കണ്ടേക്കാം എന്ന് പറയുന്നു. കുറച്ച് ക്വാളിറ്റി കണ്ടസ്റ്റൻസ്, അതായത് കുറച്ച് കണ്ടൻറ്റ് കൊടുത്തിട്ടുള്ള ആൾക്കാർ, എന്നാൽ അൺഎക്സ്പെക്റ്റഡായിട്ട് എവിക്ഷൻ നടത്തിയ ആൾക്കാർ, ജിസയിൽ പോലെയുള്ള ആൾക്കാർ ചിലപ്പോൾ കാണാമെന്ന് പറയപ്പെടുന്നു. ഡിപ്പെൻസ്, അതും ഡിപ്പെൻസാണ്. അപ്പോൾ വിന്നേഴ്സ് ഒരിക്കലും കാണില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം തമിഴ് സീസൺ ഇറങ്ങിയപ്പോൾ അവർ വിന്നേഴ്സിനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് കറക്റ്റാണ്. പക്ഷേ ഇവർ രണ്ട് രീതിയിൽ വിന്നേഴ്സിനെ എടുത്തുകൊണ്ടുള്ളൊരു അൾട്ടിമേറ്റ് നടക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിപ്പെൻസ്, നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ വിന്നേഴ്സിൻ്റെയും കൂടെ നെയിം ഇൻക്ലൂഡ് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പം എനിവേ, അപ്പം മാർച്ചോടെ, അതായത് സീസൺ 8 ആണോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആണോ നെക്സ്റ്റ് വരുന്നത് എന്ന് അറിയാൻ പറ്റും. മാർച്ച് 2026 നമുക്കറിയാൻ പറ്റും. കുറച്ച് നേരത്തെ ആയിരിക്കും ഇപ്രാവശ്യം ബിഗ് ബോസ് തുടങ്ങുന്നതെന്നും നമുക്കൊരു സൂചന കിട്ടുന്നുണ്ട്. അത് കുറച്ച് ലാഗ് ആക്കാതെ, ലാസ്റ്റിലോട്ട് ആക്കാതെ കുറച്ച് നേരത്തെ, എന്നും എല്ലാ സീസണും നടന്ന പോലെ കുറച്ച് നേരത്തെ നടത്താനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം BB അൾട്ടിമേറ്റ് വന്നാൽ, അതായത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നുള്ളത് ഒരു 5 കണ്ടസ്റ്റൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് 1 to 7 വരെയുള്ള സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 കണ്ടസ്റ്റൻസ് ആരാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഒന്ന് ഷാനവാസിക, പിന്നെ അനീഷേട്ടൻ, പിന്നെ പേർലി മാണി, ആൻഡ് ഓൾസോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ബ്ലെസ്ലി, ഇവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ,
അപ്പം ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കമൻസിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസിക്കയുടെ എറണാകുളത്തെ മീറ്റപ്പിൻ്റെ ലൊക്കേഷന് ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്കത് കൃത്യമായിട്ടുള്ളൊരു പ്ലേസ് ഇതുവരെ ഫിക്സ്ഡ് ആയിട്ടില്ലെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഞാൻ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം വരാൻ ശ്രമിക്കുക. ഞാനും ഉണ്ടാകും അവിടെ. അപ്പോൾ എല്ലാവരും, എറണാകുളത്തുള്ള എല്ലാവരും, എറണാകുളത്ത് മാത്രമല്ല കേട്ടോ, വരാൻ പറ്റുന്ന എല്ലാവരും, ഷാനുക്കായി ഇഷ്ടപ്പെടുന്ന എല്ലാവരും, ഷാനുക്കായി ഒരു നോക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ അവിടെ ഉണ്ടാവണം കേട്ടോ മീറ്റപ്പിന്. എന്തായാലും പ്ലേസിന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. ലവ് യു ആൾ. ബൈ.